IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് താരം ഇഷാൻ കിഷൻ ചെയ്തത് മാന്യമായ പ്രവൃത്തിയോ അതോ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നോ? സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ആരാധകരുടെ ചർച്ച ഇക്കാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ നാടകീയ സംഭവങ്ങൾ. സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് ഇന്നിംഗ്സിലെ 3-ാം ഓവറിലെ ആദ്യ പന്തിലായിരുന്നു നാടകീയ സംഭവം അരങ്ങേറിയത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ദീപക് ചഹാറാണ് ബൗളർ. ലെഗ് സൈഡിൽ വന്ന പന്ത് ഇഷാൻ്റെ ഷോട്ടിൻ്റെ ശ്രമത്തെ മറികടന്ന് വിക്കറ്റ് കീപ്പർ റയാൻ റിക്ലത്തണിൻ്റെ കൈകളിലെത്തി. വൈഡെന്ന് കരുതി ദീപക് ചഹാർ തിരിഞ്ഞു നടന്നു. എന്നാൽ അമ്പയറുടെ കൈകൾ ഔട്ട് വിധിച്ചത് കണ്ട് ദീപക് അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു അമ്പയർ വിനോദ് ശശാൻ. ആദ്യം വൈഡ് വിളിക്കാനാണ് അമ്പയർ തീരുമാനിച്ചത്. പക്ഷേ അമ്പയറുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ ഇഷാൻ ക്രീസ് വിട്ട് നടന്നകന്നിരുന്നു. ഇതോടെ ഇഷാൻ്റെ തീരുമാനമാകും ശരിയെന്ന് കരുതി അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു. സംശയമുള്ള തീരുമാനം എടുക്കും മുമ്പ് ഇഷാനെ തിരിച്ചു വിളിക്കാനോ തേർഡ് അമ്പയറിൻ്റെ പരിശോധനയ്ക്ക് വിടാനോ ഫീൽഡ് അമ്പയറും തയ്യാറായില്ല. ക്രിക്കറ്റിൻ്റെ മാന്യതയെ ഉയർത്തിയ കിഷനെ മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ ഉൾപ്പെടെ അഭിനന്ദിക്കുകയും ചെയ്തു. ടെലിവിഷൻ റിപ്ലൈകളിലാണ് കഥയിലെ ട്വിസ്റ്റ് പുറത്തു വന്നത്. ഇഷാൻ കിഷൻ്റെ ബാറ്റിൽ പന്ത് ടച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കിഷൻ ക്രീസ് വിട്ടത്? മാന്യതയല്ല, പഴയ ടീമിനോടുള്ള ഇഷ്ടം ഇപ്പോഴും ഇഷാൻ്റെ മനസ്സിലുണ്ടെന്ന് ആരാധകരിൽ ചിലർ. മുകേഷ് അംബാനിയുടെ മുംബൈ ഇന്ത്യൻസിന് അനുകൂലമായിരുന്നു അമ്പയറിൻ്റെ തീരുമാനമെന്ന് മറ്റു ചിലർ പറയുന്നു. അമ്പയർ ഔട്ട് പോലും വിധിക്കുന്നതിന് മുമ്പ് ഒരു ഫ്രീ വിക്കറ്റ് മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ച് ക്രീസ് വിട്ട ഇഷാൻ കിഷനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. താരം ഒത്തുകളിച്ചതാണെന്നും ചിലർ ആഞ്ഞടിക്കുകയും ചെയ്തു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് ഈ സീസണിൽ മാറിയിട്ടും ഇഷാൻ കിഷൻ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത്. ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ പുറത്താവൽ സംശയാസ്പദമാണ്. എന്തുകൊണ്ടാണ് ഇഷാൻ അമ്പയറുടെ വിധിക്ക് മുമ്പ് സ്വയം ക്രീസ് വിട്ടത്? എന്തുകൊണ്ടാണ് അത് റിവ്യൂ എടുക്കാൻ തയ്യാറാവാതിരുന്നതെന്നും ആരാധകർ ചോദിക്കുന്നു. ഇഷാൻ കിഷൻ്റേത് ഒത്തുകളി തന്നെയാണ്. അംബാനിയിൽ നിന്നും വലിയ ഓഫർ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിവ്യൂ പോലും എടുക്കാതെ അമ്പയറുടെ തീരുമാനം പോലും വരുന്നതിന് മുമ്പ് ക്രീസ് വിട്ടതെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു. എന്തായാലും സീസണിൽ സെഞ്ചുറിയോടെ തുടങ്ങിയ ഇഷാൻ കിഷന് പിന്നീടൊരിക്കലും തിളങ്ങാനായിട്ടില്ല.